ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചിയ പുഡിംഗ് റെസിപ്പീസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ആദ്യം തന്നെ ചിയ പുഡിംഗ് റെസിപ്പിയുടെ 3 വെറൈറ്റികളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു 6 ടേബിൾ സ്പൂൺ ചിയ സീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണാണ്. ഞാനിത് 2-3 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിക്കാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് 2 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിയ സീഡ്സൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ കട്ടയായി കിടക്കുന്നതൊക്കെ ഉടച്ചു കൊടുക്കാം. ചിയ സീഡ്സ് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം കൂടിയാണ്. ഇതിൽ ധാരാളമായിട്ട് ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നു. എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലോണം അടച്ച് വെച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം 4-5 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ചിയ സീഡ്സ് നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെ ഇത് യൂസ് ചെയ്യാം. ഈ ജോലി തിരക്കൊക്കെ ഉള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഈ ഒരു രീതിയൊക്കെ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റിനും പിന്നെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നതിനും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ചിയ സീഡ്സ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കായിട്ട് റോബസ്റ്റ് വൈൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഉടച്ചു കൊടുത്ത ശേഷം അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ഈ ചിയ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചത് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്കായിട്ട് നമുക്ക് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബെറീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതല്ലാതെ ആപ്പിൾ, പൊമഗ്രനേറ്റ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു സീഡിൽ കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, പ്രോട്ടീൻ എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെ ഗുണകരമാണ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതാണ്. അങ്ങനെ കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ബനാന ചിയ സീഡ് പുഡിംഗ് കഴിക്കാം. പിന്നെ ചിയ സീഡ്സ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാൻ പാടില്ല. അത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും. രാവിലെ കഴിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബനാന ചിയ സീഡ്സ് പുഡിംഗ്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ബെറീസ് ചിയ സീഡ് പുഡിംഗ് ആണ്. സ്ട്രോബെറിയും ബ്ലൂബെറിയുമാണ് എടുത്തിരിക്കുന്നത്. അതല്ലാതെ സ്ട്രോബെറി മാത്രമായിട്ടും ചെയ്യാം, ബ്ലൂബെറി മാത്രമായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ 2 മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ടെടുക്കാം. കഴുകിയെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്ട്രോബെറിയും ഒരു 8-10 ബ്ലൂബെറിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് മധുരത്തിനായിട്ട് ഹണി അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്യാം. ഷുഗറിനോട് താല്പര്യമില്ലാത്തവർക്ക് അതില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 2 ഡേറ്റ്സ് തൊലി കളഞ്ഞ് കുതിർത്തെടുത്താണ് ഇടുന്നത്. ഇനി അതിലേക്കായിട്ട് 1 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ശേഷം ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കട്ടിയായിട്ടൊന്നും കിടക്കാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു 4-5 ദിവസത്തേക്കൊക്കെ ഉള്ള ചിയ സീഡ്സ് ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ച് അതിനൊപ്പം ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് രാവിലെ കഴിക്കാവുന്നതാണ്. ഇനി രാവിലെ കഴിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ബെറീസ് കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് നട്ട്സും ആഡ് ചെയ്ത് കഴിക്കാം. ഡേ 3 ഉണ്ടാക്കുന്നത് നമ്മൾ മാംഗോ ചിയ സീഡ്സ് പുഡിംഗ് ആണ്. അതിനായിട്ടൊരു നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം.
മാങ്ങയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം ഒരു ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർത്ത് കുറച്ച് ഹണിയും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശരീരഭാരം കുറയ്ക്കുന്നതിന് ഈ ചിയ സീഡ്സ് വളരെ നല്ലതാണ്. രാവിലെ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ചിയ സീഡ്സ് കുതിർക്കാൻ വെച്ച ശേഷം ഒരു 10-15 മിനിറ്റോളം വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നത് വിശപ്പ് കുറയുന്നതിനോടൊപ്പം തന്നെ വെയിറ്റ് കുറയാനും സഹായിക്കും. ചിയ സീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് സാഫ്രോൺ കൂടി ചേർക്കാം. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിലും മാത്രം ചേർത്താൽ മതി. കുറച്ച് ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇനി അടച്ചു വെച്ച് ഓവർനൈറ്റ് വെച്ച ശേഷം നമുക്ക് രാവിലെ എടുത്ത് നോക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മാങ്ങയുടെ 2-3 പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായുള്ള ഈ ഒരു ചിയ സീഡ്സ് പുഡിംഗ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.